ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വീറ്റ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ അതേ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഭയങ്കര സ്നോഫോളാണ്. എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആമയെയും കൂട്ടിയിട്ട് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങളൊരു 10 മിനിറ്റ് നേരത്തെയാണ് ഇറങ്ങിയത്. കാരണം മുറ്റത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നടന്നു പോകാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബസ് എന്തായാലും ലേറ്റുമാണ്. പിന്നെ കുറച്ച് ആമയ്ക്കാണ് മഞ്ഞത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും 10 മിനിറ്റ് ഞാൻ നേരത്തെ ഇറങ്ങാൻ തന്നെ കാരണം ഇങ്ങനെ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പോകുന്ന വഴിക്കും എല്ലാം മഞ്ഞ് വാരിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ലേറ്റ് ആകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കളിച്ച് വേണം ബസ് സ്റ്റോപ്പ് വരെ എത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ആൾ നടന്നാണ് വന്നത്. കാരണം അത്രയും കൂടെ മഞ്ഞത്ത് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ നടന്ന് റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സൈഡിലല്ല ഇങ്ങനെ മഞ്ഞിങ്ങനെ കൂമ്പാരം കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കാലം അതിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ പാത്ത്. ആദ്യമേ അവരിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്നോ വീഴുന്നതുകൊണ്ട് തന്നെ പിന്നെയും റോഡിൽ ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് മഞ്ഞ് കൂമ്പാരം കിടക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിനകത്തും മഞ്ഞാണ്. അപ്പോൾ എന്ത് പറയാൻ, ഇതിനകത്ത് കയറി നിന്നാലും നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആമി എന്തായാലും മഞ്ഞത്ത് ബസ് സ്റ്റോപ്പിൽ വന്നിട്ടും ഇവിടെ മഞ്ഞ് വാരി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആമിയെ ഞാൻ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ കൊണ്ടാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം സ്കൂളിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞായതുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആമീൻ ഞാൻ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. കാരണം ആൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആകും സ്കൂളിലെത്താൻ. അങ്ങനെ ആളിനെ കൊണ്ട് എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കെയർഫുൾ ആവേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ റീലിലും വീഡിയോസിലും ഒക്കെ കാണുമ്പോൾ മഞ്ഞ് കാണുമ്പോൾ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നേരിട്ട് അനുഭവിക്കുന്ന അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല. ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അത് നമ്മുടെ നാട്ടിൽ ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സ്നോ വരുന്നതിന് നമുക്ക് ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റോഡിൻ്റെയൊക്കെ ഒരു ശോചനീയ അവസ്ഥ. അതായത് മഞ്ഞ് വീണിയ മൊത്തം അതിൻ്റെ മണ്ടയിൽ കൂടെ വണ്ടിയൊക്കെ പോയി മൊത്തം ചെളിയായിട്ടുള്ള രീതിയിലൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ ഈ സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്റർ സ്പീഡും അതുപോലെ ഇത്ര ഡിസ്റ്റൻസ് വിട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതാണ് റൂള്. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം മഞ്ഞത്തൂടെ പോകുമ്പോഴത്തേനും നമ്മൾ പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല വണ്ടി. 1-2 വണ്ടിയൊക്കെ ഇവിടെ സ്കിഡായി പോകുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് റോഡൊക്കെ വൃത്തിയാക്കിയ ഒരു വണ്ടി പോകുന്നുണ്ട്. എത്ര വൃത്തിയാക്കിയാലും ഒരു കാര്യമില്ല, പിന്നെ ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരാഴ്ച ഫുള്ള് മഞ്ഞൊക്കെ ആണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. റോഡ് എവിടാ, നമ്മൾ നടന്നു പോകുന്ന വഴി ഏതാ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വഴികളൊക്കെ അറിയാം. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മഞ്ഞ് മാത്രം വീഴുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. നടന്നു പോകാനേ ബുദ്ധിമുട്ടുള്ളൂ. എന്നാലും നമുക്ക് നടന്നു പോകുന്നവർക്കൊന്നും വലിയ റിസ്ക്കും കാര്യങ്ങളും വരുന്നില്ല. പിന്നെ ഇതിലൂടെ മഴ പെയ്യുമ്പോഴാണ് വലിയ റിസ്ക് വരുന്നത്. കാരണം ബ്ലാക്ക് ഐസ് കാണും. അപ്പോൾ നമ്മൾ തെന്നിയടിച്ച് വീഴും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കാരണം നാട്ടിലുള്ളവർക്ക് മഞ്ഞെന്ന് പറയുന്നത് ഭയങ്കര കാണുമ്പോൾ നല്ല രസകരമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ അത് അനുഭവിക്കുന്നവർക്ക് അത്ര നല്ലതായിട്ടല്ല. അപ്പോൾ ഞാൻ റൂമിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.